വിവിധ കിഫ്ബി പദ്ധതികളിൽ നിന്നായി ഈ മാർച്ച് വരെ 4000 കോടിയിലേറെ രൂപയാണ് തിരിച്ചടവായി ലഭിച്ചത്. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന കിഫ്ബി തങ്ങൾ ഏറ്റെടുത്ത പദ്ധതികൾ വെറും സേവനം മാത്രമല്ല, മറിച്ച് വരുമാനം നൽകുന്ന നിക്ഷേപങ്ങൾ കൂടിയാണെന്ന് തെളിയിക്കുന്നു. 2026 മാർച്ച് 31 വരെ കിഫ്ബി ധനസഹായം നൽകിയ വരുമാനദായക പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവ് 4183.89 കോടി രൂപയാണ്. കിഫ്ബിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചും ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയ തിരിച്ചടവുകൾ. കിഫ്ബി വഴി നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ലാഭകരമായി മാറുന്നതോടെ കേരളം മുന്നോട്ടുവച്ച ബദൽ വികസന മാതൃക വിജയം കാണുകയാണ്. കൃത്യമായ തിരിച്ചടവ് ഉറപ്പാക്കുന്നതിലൂടെ കിഫ്ബിയുടെ ക്രെഡിറ്റ് റേറ്റിംഗും വിശ്വാസ്യതയും വരും നാളുകളിൽ വർദ്ധിക്കുമെന്നതിൽ തർക്കമില്ല. റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിനപ്പുറം ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക നേട്ടം നൽകുന്ന പദ്ധതികൾക്കാണ് കിഫ്ബി മുൻഗണന നൽകുന്നത്. വ്യവസായ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ കൊച്ചിയിലെ പെട്രോ കെമിക്കൽ പാർക്കിൽ നിന്ന് 540 കോടി രൂപ തിരിച്ചടവ് ലഭിച്ചു. ഈ പദ്ധതിക്കായി മുടക്കിയത് 977 കോടി രൂപയാണ്. കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ വ്യവസായ അടിസ്ഥാന സൌകര്യങ്ങൾക്കും കൊച്ചി, ബംഗളൂരു വ്യവസായ ഇടനാഴിക്കുമായി അനുവദിച്ച തുകയിൽ നിന്ന് 425.36 കോടി രൂപ ഇതിനോടകം തിരിച്ചടവായി കിട്ടിക്കഴിഞ്ഞു. 301 കോടി രൂപ ചെലവിട്ട തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്ക് ഫേസ് 2 നിന്ന് 84 കോടി രൂപ ലഭിച്ചു. തിരുവനന്തപുരത്ത് തന്നെ ടെക്നോസിറ്റിയിലെ ആദ്യ കെട്ടിടത്തിനായി അനുവദിച്ചത് 100 കോടി രൂപ. 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇവിടെ നിന്നും ഇതിനോടകം 97 കോടി രൂപ തിരിച്ചടവ് കിട്ടി. വൈദ്യുതി വിതരണ ശൃംഖല ശക്തമാക്കുന്നതിനായി നടപ്പിലാക്കിയ ട്രാൻസ്ഗ്രിഡ് 2.0 എന്ന ബൃഹത് പദ്ധതിയാണ് തിരിച്ചടവിൽ മുന്നിൽ നിൽക്കുന്നത്. 16 ഉപപദ്ധതികളിൽ നിന്നായി 2700.19 കോടി രൂപ ഇതുവരെ തിരികെ ലഭിച്ചു. കൊച്ചി ലൈൻസ് പാക്കേജ്, ശബരി പ്രൊജക്ട് എന്നിവയിൽ നിന്നാണ് കൂടുതൽ പണം കിട്ടിയത്. യഥാക്രമം 372 കോടിയും 269 കോടിയും. കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികൾ പാതി വഴിയിൽ നിലച്ചു പോകുന്നില്ലെന്നും അവ പൂർത്തിയായി സംസ്ഥാനത്തിന് വരുമാനം നൽകി തുടങ്ങിയെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. കടമെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ബാധ്യതയാകുമെന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഈ തിരിച്ചടവ് കണക്കുകൾ. വ്യവസായം, വൈദ്യുതി, IT തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കിഫ്ബിയുടെ നിക്ഷേപങ്ങൾ വരും വർഷങ്ങളിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്.